നമസ്കാരം. ഹൃദയത്തിന്റെ താളത്തിൽ വിശ്വാസത്തിന്റെ നൂലിഴകളാൽ ബന്ധിക്കപ്പെട്ടതാണ് ഓരോ ബന്ധവും. സ്നേഹത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും അടിത്തറയിൽ പടുത്തുയർത്തുന്ന ഈ ബന്ധങ്ങളിൽ ചതിയുടെ നിഴൽ വീഴ്ത്തുന്നതിനേക്കാൾ വേദനാജനകമായ മറ്റൊന്നില്ല. ഒരു കൊടുങ്കാറ്റുപോലെ അത് നമ്മുടെ ലോകത്തെ തകർത്തെറിയുകയും വിശ്വാസത്തിന്റെ പാലങ്ങളെ തകർക്കുകയും ചെയ്യും. എന്നാൽ ഓർക്കുക പ്രിയപ്പെട്ടവരെ, വെളിച്ചം എവിടെയുണ്ടോ അവിടെ നിഴലുണ്ട്. തിന്മ എവിടെയുണ്ടോ അവിടെ അതിനെ തിരിച്ചറിയാനുള്ള വിവേകവുമുണ്ടാകും. ഇതാ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ച ഭാരതത്തിന്റെ മഹാനായ തന്ത്രജ്ഞനും രാഷ്ട്രതന്ത്രജ്ഞനുമായ ആചാര്യ ചാണക്യൻ ജീവിതത്തിന്റെ ഈ ദുർഘടമായ പാതയിൽ നമുക്ക് വെളിച്ചം വീശുന്നു. അദ്ദേഹത്തിന്റെ മൂർച്ചയുള്ള വാക്കുകൾ ഒരു വാൾത്തലപ്പുപോലെ സത്യം വെളിപ്പെടുത്തുകയും വഞ്ചനയുടെ ഇരുണ്ട പാതകളെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. ചതിക്കുന്ന ഒരു വ്യക്തിയുടെ അടയാളങ്ങളെക്കുറിച്ച് ചാണക്യൻ നൽകിയ മുന്നറിയിപ്പുകൾ ഇന്നും പ്രസക്തമാണ്. ഇന്ന് നമ്മൾ ആ പുരാതന ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ പങ്കാളി നമ്മെ വഞ്ചിക്കുമ്പോൾ പ്രകടമാകുന്ന 11 പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ പോകുന്നു. ഇത് കേവലം സംശയിക്കാനുള്ള കാരണമല്ല, മറിച്ച് വരും അപകടങ്ങളെ മുൻകൂട്ടി കാണാനും സ്വയം സംരക്ഷിക്കാനുമുള്ള ഒരു ജ്ഞാനോദയമാണ്. ഉണരുക, ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കുക. വിഷം കലർന്ന അമൃതം ഉപേക്ഷിക്കണം. വിപത്തിൽ ധൈര്യം കൈവിടരുത്. ചാണക്യൻ പറയുന്നു, ഒരു കാര്യത്തിന്റെ ആരംഭം ശ്രദ്ധിച്ചാൽ അതിന്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിയും. നിങ്ങളുടെ ബന്ധത്തിൽ അസ്വസ്ഥതയുടെ വിത്തുകൾ പാകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? എങ്കിൽ അവയെ അവഗണിക്കരുത്. കാരണം ചെറിയൊരു അശ്രദ്ധ പോലും പിന്നീട് വലിയ ദുരന്തങ്ങൾക്ക് കാരണമായേക്കാം. ഓരോ ലക്ഷണവും ഒരു മുന്നറിയിപ്പ് സൂചനയാണ്. അത് നിങ്ങളുടെ ആന്തരികമായ അവബോധത്തോടെ തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്നാമത്തെ ലക്ഷണം, പെട്ടെന്നുള്ളതും വിശദീകരിക്കാനാവാത്തതുമായ സ്വഭാവ വ്യതിയാനങ്ങൾ അഥവാ ഹൃദയത്തിലെ കാപട്യം. ആദ്യത്തെ അടയാളം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ പെട്ടെന്നുണ്ടാകുന്നതും വ്യക്തമായ കാരണമില്ലാത്തതുമായ സ്വഭാവ വ്യതിയാനങ്ങളാണ്. മുൻപ് നിങ്ങളോട് വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും പെരുമാറിയിരുന്ന ഒരാൾ പെട്ടെന്ന് ദേഷ്യപ്പെടാനോ നിസ്സംഗത കാണിക്കാനോ അല്ലെങ്കിൽ അമിതമായി നല്ല രീതിയിൽ പെരുമാറാനോ തുടങ്ങിയാൽ ശ്രദ്ധിക്കുക. ഉള്ളിൽ കുറ്റബോധം നിറയുമ്പോൾ പുറത്ത് അത് പലതരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് കാരണമാകും. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നു, കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും സാധ്യമല്ല. അവരുടെ ചെയ്തികൾ അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തും. പുരാണങ്ങളിൽ പോലും വഞ്ചനയുടെ പാത തിരഞ്ഞെടുത്തവരുടെ മനസ്സിലെ സംഘർഷങ്ങൾ അവരുടെ പെരുമാറ്റത്തിൽ പ്രകടമായിരുന്നു. ഈ മാറ്റങ്ങൾ ഒരുപക്ഷേ അവർ മറ്റൊരാളുമായി അടുക്കുന്നു എന്നതിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള താൽപ്പര്യം കുറയുന്നു എന്നതിൻ്റെയോ സൂചനയാകാം. നിങ്ങളുടെ അവബോധത്തെ വിശ്വസിക്കുക. കാരണം ഹൃദയത്തിലെ കാപട്യം പുറമേയുള്ള പെരുമാറ്റത്തിൽ എപ്പോഴെങ്കിലും പ്രതിഫലിക്കും. രണ്ടാം ലക്ഷണം, സാമ്പത്തിക കാര്യങ്ങളിൽ രഹസ്യ സ്വഭാവം കാണിക്കുകയും സുതാര്യതയില്ലാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. മുൻപില്ലാത്ത അമിത ചിലവുകൾ, എവിടെയാണ് പണം ചിലവഴിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാതിരിക്കുക, രഹസ്യമായി പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സൂക്ഷിക്കുക. പണമൊരു പ്രധാന വിഷയമാണെന്നും അതിലെ സുതാര്യത നഷ്ടപ്പെടുന്നത് ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടാക്കുമെന്നും ഓർക്കുക. അർത്ഥശാസ്ത്രത്തിൽ ചാണക്യൻ സാമ്പത്തിക കാര്യങ്ങളുടെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്. ലക്ഷണം 3, വർദ്ധിച്ചുവരുന്ന തിരക്കുകളും അവ്യക്തമായ വിശദീകരണങ്ങളും. മൂന്നാമത്തെ ലക്ഷണം, അവരുടെ ജീവിതത്തിൽ അസാധാരണമായ തിരക്കുകൾ വർദ്ധിക്കുകയും അതിനെക്കുറിച്ച് കൃത്യമായ വിശദീകരണങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. പുതുതായി എവിടെ പോകുന്നു, ആരെ കാണുന്നു എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവ്യക്തമായ മറുപടികളാണ് ലഭിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളുമായുള്ള യാത്രകൾ, ജോലി സംബന്ധമായ മീറ്റിംഗുകൾ എന്നൊക്കെ പറയുമെങ്കിലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാതിരിക്കുകയോ നൽകുന്ന വിവരങ്ങളിൽ പൊരുത്തക്കേടുകൾ കാണുകയോ ചെയ്യുന്നത് വഞ്ചനയുടെ സൂചനയാണ്. പുരാണങ്ങളിൽ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധങ്ങളിൽ ചാരന്മാർ തെറ്റായ വിവരങ്ങൾ നൽകി മറ്റുള്ളവരെ വഴിതെളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓർക്കുക, ഓരോ ഒഴിഞ്ഞുമാറുന്ന മറുപടിയും സത്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. നാലാമത്തെ ലക്ഷണം, നിങ്ങൾക്കുവേണ്ടി സമയം കണ്ടെത്താൻ മടി അഥവാ അകലുന്ന ഹൃദയങ്ങൾ. മുൻപ് നിങ്ങൾക്കുവേണ്ടി സമയം കണ്ടെത്താൻ ഉത്സാഹം കാണിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ അതിന് മടി കാണിക്കുന്നു എന്നതാണ്. ഒരുമിച്ചിരുന്ന് സംസാരിക്കാനോ ഒരുമിച്ച് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ലളിതമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാനോ അവർക്ക് താൽപ്പര്യമില്ലാതാകുന്നു. ഒഴിവു ദിവസങ്ങളിൽ പോലും അവർ മറ്റു കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ഒരു ബന്ധത്തിന്റെ അടിത്തറയാണ് പരസ്പരം ചെലവഴിക്കുന്ന സമയം. സമയം നൽകാതിരിക്കുമ്പോൾ ഹൃദയങ്ങൾ തമ്മിൽ അകലുകയും ആ വിടവിൽ മറ്റൊരാൾക്ക് സ്ഥാനം ലഭിക്കുകയും ചെയ്യാം. ഉപനിഷത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു,
ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ നൽകുന്ന സമയം അവരുടെ ഹൃദയത്തിൽ എന്നെന്നും നിലനിൽക്കും. 5-ാമത്തെ ലക്ഷണം ലൈംഗിക ബന്ധത്തിലെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ. 5-ാമത്തെ ലക്ഷണം നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിലുണ്ടാകുന്ന വ്യക്തമായ മാറ്റങ്ങളാണ്. അത് പെട്ടെന്ന് ഇല്ലാതാവുകയോ അല്ലെങ്കിൽ മുൻപത്തേതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയിലേക്ക് മാറുകയും ചെയ്യാം. ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ അടുപ്പത്തിന്റെ പ്രതിഫലനമാണിത്. താൽപ്പര്യക്കുറവ്, സ്നേഹമില്ലാത്ത പെരുമാറ്റം അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള താൽപ്പര്യങ്ങൾ പ്രകടിപ്പിക്കുക എന്നിവയെല്ലാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാമസൂത്രത്തിൽ പോലും ബന്ധങ്ങളിലെ ശാരീരിക അടുപ്പത്തിന്റെ പ്രാധാന്യം പറയുന്നുണ്ട്. അകൽച്ച വരുമ്പോൾ ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം ദുർബലമാവുകയും അത് വഞ്ചനയിലേക്ക് നയിക്കുകയും ചെയ്യാം. 6-ാം ലക്ഷണം ഒന്നുകിൽ നിങ്ങളെ അമിതമായി കുറ്റപ്പെടുത്താനുള്ള പ്രവണത അല്ലെങ്കിൽ മുൻപില്ലാത്ത വിധത്തിലുള്ള അമിതമായ സ്നേഹപ്രകടനങ്ങളോ ആണ്. സ്വന്തം തെറ്റുകൾ മറയ്ക്കാനും നിങ്ങളുടെ ശ്രദ്ധ മാറ്റാനും വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കാം ഇത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുക, നിങ്ങളുടെ കുറവുകൾ എപ്പോഴും എടുത്തു പറയുക, അല്ലെങ്കിൽ പെട്ടെന്ന് അമിതമായി സ്നേഹം കാണിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുക എന്നിവയെല്ലാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതവരുടെ ഉള്ളിലെ കുറ്റബോധത്തിന്റെ പ്രതിഫലനമാകാം. യോഗശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു, നമ്മുടെ ഉള്ളിലെ സംഘർഷങ്ങൾ പുറത്തേക്ക് പല രൂപത്തിൽ പ്രകടമാകും. ലക്ഷണം 7 നിങ്ങളുടെ രൂപത്തെയും വ്യക്തിത്വത്തെയും കുറിച്ച് പറയുക. ഈ ലക്ഷണം നിങ്ങളുടെ രൂപത്തെയും വ്യക്തിത്വത്തെയും കുറ്റപ്പെടുത്താനുള്ള അവരുടെ വർദ്ധിച്ചുവരുന്ന പ്രവണതയാണ്. മുൻപ് ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ പോലും അവർക്കിപ്പോൾ കുറവുകൾ കണ്ടെത്താൻ തുടങ്ങും. ഒരുപക്ഷേ അവർ നിങ്ങളെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നുണ്ടാകാം. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കുകയും ബന്ധത്തിൽ അകൽച്ച വർദ്ധിപ്പിക്കുകയും ചെയ്യും. രാമായണത്തിൽ പോലും കൈകേയിയുടെ മനസ്സിലെ ദുഷ്ടചിന്തകൾ ശ്രീരാമനെക്കുറിച്ചും കൗസല്യയെക്കുറിച്ചും കുറ്റങ്ങൾ പറയാൻ അവളെ പ്രേരിപ്പിച്ചു. ഓർക്കുക, യഥാർത്ഥ സ്നേഹത്തിൽ അംഗീകാരവും ബഹുമാനവുമാണ് ഉണ്ടാകേണ്ടത്, കുറ്റപ്പെടുത്തലുകളല്ല. 8-ാമത്തെ ലക്ഷണം നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തവും സത്യസന്ധവുമായ മറുപടി നൽകാതിരിക്കുകയും ഒഴിഞ്ഞുമാറി സംസാരിക്കുകയും ചെയ്യുക എന്നതാണ്. എവിടെയായിരുന്നു, എന്തു ചെയ്യുകയായിരുന്നു, ആരെ കണ്ടുമുട്ടി തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാതെ അവർ വിഷയം മാറ്റാൻ ശ്രമിച്ചേക്കാം. സത്യം ലളിതവും വ്യക്തവുമായിരിക്കും, എന്നാൽ കള്ളം പലപ്പോഴും കുഴഞ്ഞുമറിഞ്ഞതും അവ്യക്തവുമായിരിക്കും. പുരാണങ്ങളിൽ പോലും കള്ളം പറഞ്ഞവരുടെ വാക്കുകൾ അവരെ തന്നെ കുടുക്കിയിട്ടുണ്ട്. 9-ാമത്തെ ലക്ഷണം ആവർത്തിച്ചുള്ള ചെറിയ നുണകൾ. ഒരു ചെറിയ നുണ മറയ്ക്കാൻ വേണ്ടി അവർക്ക് വീണ്ടും നുണ പറയേണ്ടിവരും. അങ്ങനെ അതൊരു ശീലമായി മാറും. വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനം. ചെറിയ നുണകൾ പോലും ആ അടിത്തറയെ ദുർബലപ്പെടുത്തുകയും പിന്നീട് വലിയ വിശ്വാസത്തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യും. മഹാഭാരതത്തിൽ യുധിഷ്ഠിരൻ ഒരിക്കൽ പറഞ്ഞ ഒരു ചെറിയ നുണ പോലും അദ്ദേഹത്തിന്റെ ധർമ്മത്തെ കളങ്കപ്പെടുത്തി. ഓർക്കുക, സത്യം എപ്പോഴും വിലപ്പെട്ടതാണ്. 10 നിങ്ങളുടെ സംശയങ്ങളെ നിസ്സാരവൽക്കരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുക. 10-ാമത്തെ ലക്ഷണം നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അവർ അതിനെ നിസ്സാരമായി കാണുകയും നിങ്ങളെ അവിശ്വസിക്കുന്ന ഒരാളായി ചിത്രീകരിക്കുകയും ചെയ്യുക എന്നതാണ്. അവർ കുറ്റബോധം കാണിക്കുന്നതിനു പകരം നിങ്ങളെ സംശയാലു എന്നും അസൂയാലു എന്നും മുദ്രകുത്താൻ ശ്രമിക്കും. ഇത് അവരുടെ തെറ്റുകൾ മറയ്ക്കാനും നിങ്ങളുടെ ശ്രദ്ധ മാറ്റാനും വേണ്ടിയുള്ള ഒരു തന്ത്രമാണ്. ഒരു ആരോഗ്യകരമായ ബന്ധത്തിൽ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ശ്രമങ്ങളുണ്ടാകണം, അല്ലാതെ സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്തുകയല്ല. 11-ാം ലക്ഷണം അമിതമായ രഹസ്യ സ്വഭാവവും അഥവാ മറച്ചുവെക്കുന്ന സത്യങ്ങൾ. അവസാന പ്രധാന ലക്ഷണം മൊബൈൽ ഫോണിനോടുള്ള അവരുടെ അമിതമായ അടുപ്പവും അതിലെ രഹസ്യ സ്വഭാവവുമാണ്. മുൻപില്ലാത്ത വിധം ഫോൺ എപ്പോഴും അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാകുക, നിങ്ങൾ അടുത്തെങ്ങാനും വരുമ്പോൾ പെട്ടെന്ന് സ്ക്രീൻ ഓഫ് ചെയ്യുക, മെസ്സേജുകളും കോളുകളും വരുമ്പോൾ അസ്വസ്ഥരാകുക, ഫോണിന് പാസ്വേഡ് ഇടയ്ക്കിടെ മാറ്റുക തുടങ്ങിയ കാര്യങ്ങൾ സംശയാസ്പദമാണ്. ഓർക്കുക, ഒരു തുറന്ന പുസ്തകം പോലെയായിരിക്കണം പങ്കാളികൾ തമ്മിലുള്ള ബന്ധം. രഹസ്യങ്ങൾ പെരുകുമ്പോൾ അവിടെ വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. വേദങ്ങളിൽ പോലും സത്യസന്ധതയുടെ പ്രാധാന്യം എടുത്തുപറയുന്നു. സത്യമേവ ജയതേ, സത്യം മാത്രം വിജയിക്കട്ടെ. മറച്ചുവെക്കുന്നത് എപ്പോഴും ഒരു ഭാരമാണ്. ആ ഭാരം ഒരു നാൾ നിങ്ങളുടെ ബന്ധത്തെ തകർക്കും. പ്രിയപ്പെട്ടവരെ, ഈ 11 ലക്ഷണങ്ങളും ഒരു വ്യക്തിയിൽ ഒരുമിച്ച് കാണണമെന്നില്ല. എന്നാൽ ഇവയിലേതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ പങ്കാളിയിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ അതിനെ അവഗണിക്കരുത്. ഓർക്കുക, സംശയം തോന്നുന്നിടത്ത് ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നത് എപ്പോഴും നല്ലതാണ്. ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വിഷമുള്ള പാമ്പിനെ കണ്ടാൽ ഉടൻ തന്നെ അതിന്റെ വിഷം നീക്കം ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ വിഷം കലർത്താൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുക എന്നത്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ബന്ധം അതിന്റെ വിശ്വാസ്യതയും ആത്മാർത്ഥതയും നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അതിൽ തുടരുന്നതിൽ അർത്ഥമില്ല. വേദങ്ങളിൽ പോലും ആത്മരക്ഷയുടെ പ്രാധാന്യം പറയുന്നുണ്ട്. തെറ്റായ ബന്ധങ്ങളിൽ നിങ്ങൾ സ്വയം നഷ്ടപ്പെടുത്തരുത്. ധൈര്യമായി മുന്നോട്ടു വരിക. നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ശ്രവിക്കുക. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ വിശ്വസ്തരായവരുമായി സംസാരിക്കുക. ഉപദേശം തേടുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വിവേകത്തോടെയും ധൈര്യത്തോടെയുമുള്ള നിങ്ങളുടെ ഓരോ ചുവടും നിങ്ങളുടെ ഭാവിയെ നിർണയിക്കും. നിങ്ങളുടെ മനസ്സിനെ ശ്രവിക്കുക. വിവേകത്തോടെ തീരുമാനമെടുക്കുക. ധൈര്യത്തോടെ മുന്നോട്ടു പോകുക. ഈ വീഡിയോ നിങ്ങൾക്കൊരു വെളിച്ചമായെന്നും നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ തീരുമാനമെടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നിങ്ങളുടെ ഓരോ വാക്കും മറ്റുള്ളവർക്ക് പ്രചോദനമായേക്കാം. ഇനിയും ഇതുപോലുള്ള വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.